മുട്ടിൽ മരമുറി കേസിൽ സർക്കാരിനെതിരെ ആരോപണവുമായി പ്രകൃതി സംരക്ഷണ സമിതി. കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. സർക്കാർ പ്ലീഡർ രേഖകൾ ആവശ്യപ്പെട്ടിട്ടും സൗത്ത് വയനാട് DFO ഫയലുകൾ നൽകാൻ തയ്യാറാകാത്തത് സമ്മർദ്ദം കൊണ്ടാണെന്നും പ്രകൃതി സംരക്ഷണ സമിതി ആരോപിച്ചു. വനം വകുപ്പിന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ്. മരങ്ങൾ വനം വകുപ്പിന്റേതല്ലെന്ന വകുപ്പ് മന്ത്രിയുടെ വിചിത്രവാദം ഗൂഢാലോചനയുടെ ഭാഗമെന്നും പ്രകൃതി സംരക്ഷണ സമിതി ആരോപിച്ചു. ഏത് വിധത്തിൽ പറഞ്ഞാലും കേരളം കണ്ട ഏറ്റവും വലിയ ഈ മരം കുംഭകോണം, മരം കൊള്ള തേച്ചുമാച്ച് കളയാനുള്ളതായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വനം വകുപ്പിൻ്റെ കേസ് ഇല്ലാതായാൽ SIT, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിട്ടുള്ള കേസും ഇല്ലാതാവും. അങ്ങനെ ഈ വനം കൊള്ള എവിടെയും ഇല്ലാതായി വയനാടിൻ്റെ കേരളത്തിൻ്റെ പൊതുസ്വത്ത്, കോടാനുകോടി രൂപ വരുന്ന പൊതുസ്വത്ത് കൊള്ളയടിക്കപ്പെട്ട പ്രതികൾ രക്ഷപ്പെടും എന്നുള്ളിടത്താണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം ചേരുന്നു. കാളിദാസൻ ദേവദത്തം, 14 കോടി രൂപയുടെ ഈ തടികൾ അത് ലേലം ചെയ്യുന്നതിന് നേരത്തെ സുൽത്താൻ ബത്തേരി കോടതി ഉത്തരവിട്ടതാണ്. പക്ഷേ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്യാൻ ഇടയാക്കിയത് സൗത്ത് വയനാട് DFOയുടെ വീഴ്ച മൂലമാണ് എന്ന കാര്യവും ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാവുകയാണ്. ഹൈക്കോടതിയുടെ ലൈസൺ ഓഫീസ് 17, 18 തീയതികളിൽ സൗത്ത് വയനാട് DFOയോട് ഇക്കാര്യത്തിൽ വനംവകുപ്പിന്റെ നിലപാട് ആരാഞ്ഞിരുന്നതാണ്. 19-ാം തീയതി റിമൈൻഡർ അയച്ചിരുന്നതാണ്. പക്ഷേ സൗത്ത് വയനാട് DFO ഒരു കാര്യത്തിലും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം പോലും നടത്താൻ തയ്യാറായിട്ടില്ല. 22-ാം തീയതി കേസ് പരിഗണിക്കുന്നു. ഇതിനിടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും നിലപാട് ആരാഞ്ഞുകൊണ്ട് സൗത്ത് വയനാട് DFOയോട് ആവശ്യപ്പെടുന്നു. പക്ഷേ സൗത്ത് വയനാട് DFO ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണവും വനം വകുപ്പിൻ്റേതാണ് ഈ തടികൾ എന്ന നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. വനം വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു ഒളിച്ചുകളി നടത്തിയതോടുകൂടിയാണ് ഈ തടി ലേലം അത് സ്റ്റേ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ സൗത്ത് വയനാട് DFOയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതര വീഴ്ച. സൗത്ത് വയനാട് DFO പറയുന്നത് 20, 21 തീയതികളിൽ ഓഫീസ് അവധിയായിരുന്നു എന്നാണ്. പക്ഷേ അതൊന്നും ഈ 17, 18 തീയതികളിലൊക്കെ ഹൈക്കോടതി ലൈസൺ ഓഫീസ് ഇക്കാര്യത്തിൽ സൗത്ത് വയനാട് DFOയോട് വനം വകുപ്പിന്റെ നിലപാട് ആരായുകയും 19-ാം തീയതി റിമൈൻഡർ അയക്കുകയും ഒക്കെ ചെയ്യുകയും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ കൂട്ടാക്കാതിരുന്നത് ഒരു ഒളിച്ചുകളിയുടെ ഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആരോപണങ്ങൾ, കാളിദാസൻ? അതുതന്നെയാണ് ദിലീപ് കുമാർ. ഈ മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് അനുകൂലമായ ഒരു വിധിയടക്കം അവർ നേടിയെടുത്ത ഒരു സാഹചര്യത്തിൽ പോലും അത്തരത്തിലൊരു വിധിയിലേക്ക് ഹൈക്കോടതി എത്താൻ കാരണമെന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു ഗുരുതര വീഴ്ചയാണ്. അതായത് സൗത്ത് വയനാട് DFOയുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചയാണ് എന്നുള്ളത് കൂടിയാണ് ഏറെക്കുറെ കഴിഞ്ഞ ദിവസങ്ങളിലെ നടപടികളിൽ നിന്നും നിയമ നടപടികളിൽ നിന്നും ഒക്കെ തന്നെ വ്യക്തമായത്. സൗത്ത് വയനാട് DFO ഈ ഫയലുകൾ നൽകാൻ തയ്യാറായിട്ടില്ല. സർക്കാർ പ്ലീഡർ രേഖകൾ ആവശ്യപ്പെട്ടിട്ടും സൗത്ത് വയനാട് DFO അത്തരത്തിൽ ആ ഫയലുകൾ നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഗുരുതര വീഴ്ചയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. എന്തായാലും DFOയ്ക്ക് മുകളിൽ ശക്തമായ സമ്മർദ്ദമുണ്ട്. നിലവിൽ സർക്കാരിന്റെ മൗനാനുവാദമില്ലാതെ എങ്ങനെയാണ് DFO രേഖകൾ നൽകാതിരിക്കുക എന്നുള്ള വലിയൊരു ആരോപണം കൂടിയാണ് പ്രകൃതി സംരക്ഷണ സമിതി ഉന്നയിക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. അതായത് കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ള സംശയമടക്കം ഈ പ്രകൃതി സംരക്ഷണ സമിതി ഉന്നയിക്കുന്നു. പോയ സർക്കാരിന്റെ കാലത്തും ഇത് നടന്നിരുന്നു എന്നുള്ളൊക്കെ ഒരു ആരോപണമാണ്, ആക്ഷേപമാണ് ഉയർത്തുന്നത്. മുട്ടിൽ മരമുറിയിലെ മരങ്ങൾ വനംവകുപ്പിന്റേതല്ലെന്ന വകുപ്പ് മന്ത്രിയുടെ വിചിത്രവാദം ഗൂഢാലോചന ഭാഗമാണെന്നുള്ളതും ഗൂഢാലോചനയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നുള്ള വലിയൊരു ആരോപണം കൂടിയാണ് പ്രകൃതി സംരക്ഷണ സമിതി ഉയർത്തുന്നത്. ദിലീപ് കുമാർ, വയനാട്ടിലെ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് മുറിച്ച് മാറ്റിയ 14 കോടി രൂപയുടെ മരങ്ങൾ അത് ലേലം ചെയ്യുന്നതിന് നേരത്തെ സുൽത്താൻ ബത്തേരി കോടതി ഉത്തരവിട്ടിരുന്നതാണ്. പിന്നീട് ഹൈക്കോടതിയിലെത്തിയപ്പോൾ വനം വകുപ്പ് ഇക്കാര്യത്തിൽ നിലപാടറിയിക്കാതെ ഒളിച്ചു കളിക്കുകയാണ് ചെയ്തത്. സൗത്ത് വയനാട് DFOയുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ സർക്കാരും വനം വകുപ്പ് മന്ത്രിയും എന്തു നിലപാടെടുക്കുന്നു എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.